Meet the editors. ഹിജാബിൽ വീഴ്ചയോ എന്നാണ് ചോദ്യം. സ്മൃതി, അത്ഭുതമായിരിക്കുന്നു. കാരണം ഇന്നലെ ഈ പ്രശ്നം സോൾവ് ചെയ്തതാണ്. കുട്ടി ഹിജാബൊന്നും ഇല്ലാതെ തന്നെ സ്കൂളിൽ വന്ന് പഠിക്കാൻ തയ്യാറാണെന്ന് ഹൈബിയുടെനോടൊപ്പം നിന്നുകൊണ്ട് പിതാവ് പറയുന്നത് നമ്മൾ കേട്ടു. ഇന്ന് ആ കുട്ടി സ്കൂളിൽ വരുമെന്ന് നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചിടത്തു നിന്നാണ് പെട്ടെന്ന് ട്വിസ്റ്റ് ഉണ്ടാകുന്നത്. രാവിലെ മിനിസ്റ്റർ വന്ന് പറയുന്നു DOയുടെ റിപ്പോർട്ട് ഈ സ്കൂളിനെതിരായിട്ട് വരുന്നു, സ്കൂളിനെതിരെ നടപടിയെടുക്കാൻ പോകുന്നു എന്ന മട്ടിലുള്ള പ്രചരണം വരുന്നു. ഒരു നോട്ടീസും സെർവ് ചെയ്യുന്നു. അതിനിടയ്ക്ക് സ്കൂളുകാർ വെറുതെ ഇരിക്കൂ? സ്വാഭാവികമായിട്ടും സഭ വെറുതെ ഇരിക്കില്ല. ഇത് മാർപ്പാപ്പയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന അഗസ്റ്റീനിയൻ സഭയിലെ സിസ്റ്റേഴ്സ് നടത്തുന്ന സ്കൂളാണ്. എല്ലാ സഭക്കാരും തീർച്ചയായിട്ടും അതിന് പിന്നാലെ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഇതൊരു എടുത്തിയാട്ടമായിട്ടാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത്. എന്തായാലും ഇതിൽ വീഴ്ചയുണ്ടായോ എന്നാണ് ചോദ്യം. വീഴ്ചയുണ്ടായിട്ടുണ്ട്. ആർക്കൊക്കെയുള്ള വീഴ്ച എന്നുള്ളതാണ് പരിശോധിക്കേണ്ടത്. ഇതിപ്പോൾ രണ്ട് മൗലികാവകാശങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലാണ്. ഒരു വ്യക്തി എന്ന നിലയ്ക്ക് അവനൊരു വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനുള്ള മൗലികാവകാശം, അപ്പുറത്ത് ന്യൂനപക്ഷ സ്ഥാപനങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്താനുള്ള മൗലികാവകാശം. അപ്പോൾ രണ്ടും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലാണ് നടക്കുന്നത്. ഇത് യഥാർത്ഥത്തിൽ കോടതി വിധികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇപ്പോൾ സ്കൂൾ ശക്തമായി വാദിച്ചുകൊണ്ടിരിക്കുന്നത്. അത് അങ്ങനെ വരുമ്പോൾ അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷേ അതിലപ്പുറം വിവേകം, അതിലപ്പുറം പൊതു സാഹചര്യം, നിലവിലെ സാഹചര്യം അതുകൂടി വിലയിരുത്തി വേണം ഇതിനെ പരിശോധിക്കാനെന്ന് തോന്നുന്നു. ഇപ്പോൾ കേരളത്തിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ അടിക്കടി ഉണ്ടാകും. നേരത്തെയും ഒരു സംഭവം തിരുവനന്തപുരത്തുണ്ടായിട്ടുണ്ട്. സമാനമായി തന്നെ ഹിജാബ് തന്നെയാണ് വിഷയം. അത് ഏത് സ്കൂളായിരുന്നു? അത് തിരുവല്ലം ക്രൈസ്റ്റ് നഗർ സ്കൂളിലാണ്. അവിടെയും ഹിജാബുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഉണ്ടായത്. അന്ന് കോടതി സിംഗിൾ ബെഞ്ചിൻ്റെ വിധി വരുന്നത് നിരീക്ഷണങ്ങൾ ഇങ്ങനെയാണ്: ന്യൂനപക്ഷ സ്ഥാപനങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്ന മൗലികാവകാശങ്ങളുടെ ഭാഗമാണ്. മതാചാര പ്രകാരം വസ്ത്രം ധരിക്കുന്നതും മൗലികാവകാശങ്ങളുടെ ഭാഗമാണ് എന്ന് 2016 സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ വ്യക്തി സ്വാതന്ത്ര്യത്തിന് മുകളിലാണ് പൊതു താല്പര്യമെന്ന് 2017 കേസിൽ സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനാൽ തന്നെ വ്യക്തി സ്വാതന്ത്ര്യം പൊതുവിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ആവശ്യപ്പെടാനാകില്ല എന്ന് 2018 വിധിയിൽ ഹൈക്കോടതി പറയുന്നു. അപ്പോൾ ഹിജാബ് ധരിച്ചെത്തുന്ന കുട്ടിയെ സ്കൂളിൽ പഠിപ്പിക്കണോ എന്നത് വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ വിവേചനാധികാരമാണ്. സ്കൂൾ നിയമം പാലിക്കാനാവില്ലെങ്കിൽ കുട്ടിക്ക് TC വാങ്ങി മറ്റൊരു സ്കൂളിലേക്ക് മാറാമെന്നുമാണ് 2018 ഹൈക്കോടതി വിധിയിൽ പറയുന്നത്. അപ്പോൾ 2018 തിരുവല്ലം ക്രൈസ്റ്റ് നഗർ സ്കൂളിലെ കേസുമായി ബന്ധപ്പെട്ട സിംഗിൾ ബെഞ്ച് ഉത്തരവ് ഇങ്ങനെയാണ്. ആ വിധിയാണ് ഇപ്പോൾ ഈ സ്കൂളും ഉദ്ധരിക്കുന്നത്, അത് ആവർത്തിച്ച് പറയുന്നത്. അപ്പോൾ കേരളത്തിൽ ഇത് ആവർത്തിക്കുന്നു എന്നുള്ള വിഷയം വരുന്നു. നോക്കൂ, നേരത്തെ തന്നെ ഇവിടെ ന്യൂനപക്ഷ സ്ഥാപനങ്ങൾ, സ്കൂളുകൾ നടത്തുന്നുണ്ട്. ഞാനൊരു കോൺവെന്റ് സ്കൂളിലാണ് പഠിച്ചത്. ഞാൻ പഠിക്കുന്ന സ്കൂളിലെ മുസ്ലിം വിദ്യാർത്ഥികൾക്ക് യൂണിഫോമിൻ്റെ അതേ നിറത്തിലുള്ള തട്ടമിട്ട് വരാം, ഷോൾ ഇടാം, സ്കേർട്ടിൻ്റെ ഇറക്കം കുറച്ച് മുട്ടിന് താഴേക്ക് അല്പം നീളത്തിലാക്കാം എന്നുള്ളത് അവർക്ക് അനുകൂലമായി ഒരു തീരുമാനമായി വരികയാണ്. അത് സ്കൂൾ അധികൃതർ തീരുമാനിക്കുന്നതാണ്. അങ്ങനെ വന്നോട്ടെ, അവരുടെ വിശ്വാസമായി ബന്ധപ്പെട്ടാണല്ലോ എന്ന്. അപ്പോൾ അങ്ങനെ ഒരു ആലോചന ഇപ്പോൾ ഇത് അൺഎയ്ഡഡ് സ്കൂളാണ്, ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള ചോദ്യം വരുന്നു. ഇതിൽ മന്ത്രി പെട്ടെന്ന് കയറി പ്രതികരിച്ചോ എന്നുള്ളതാണല്ലോ ചോദ്യം. മന്ത്രി എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? മന്ത്രി പ്രതികരിക്കുന്നത് വിദ്യാഭ്യാസ ഉപഡയറക്ടറുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ്. ആ റിപ്പോർട്ട് എന്ന് പറയുന്നത് സ്കൂളിന് വീഴ്ച പറ്റി എന്നുള്ളതാണ്. മന്ത്രിക്ക് സ്കൂളിൽ വന്ന് പരിശോധിക്കാൻ പറ്റില്ല. മന്ത്രിക്ക് ആ റിപ്പോർട്ടാണ് പ്രധാനം. ഉപഡയറക്ടറാണ് നൽകേണ്ടത് ആ റിപ്പോർട്ട്. ആ റിപ്പോർട്ടിൽ സ്കൂളിന് വീഴ്ച പറ്റി എന്നുള്ളതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മന്ത്രി പ്രതികരിക്കുന്നത്. മന്ത്രി പറയുന്നത് ഒരു വിദ്യാർത്ഥിക്കും പഠനം നിഷേധിക്കാനാവില്ല, ഒരു വിദ്യാർത്ഥിയുടെയും അവകാശങ്ങൾ നിഷേധിക്കാനാവില്ല എന്നാണ് മന്ത്രി പറയുന്നത്. മന്ത്രിക്ക് കിട്ടിയ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ മന്ത്രി പ്രതികരിക്കുന്നു. നമ്മൾ ഇന്നലെ കാണുന്നത് എന്താണ്? ഹൈബി ഈഡൻ MP വളരെ എന്താ പറയുക, ഏറ്റവും നല്ല ഒരു നടപടിയാണ് ഉണ്ടായിരിക്കുന്നത്. ഒരു ജനപ്രതിനിധി എടുക്കേണ്ട നിലപാട്. ഒരു സ്കൂളിൽ ഒരു വിഷയം ഉണ്ടാകുന്നു, ആ വിഷയത്തിൽ വളരെ പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലാണ് അദ്ദേഹം ഇടപെടുന്നു. അവിടുത്തെ DCC പ്രസിഡന്റ് അടക്കം ഇടപെട്ടുകൊണ്ട് കുട്ടിയുടെ പിതാവുമായി സംസാരിക്കുന്നു. എന്നിട്ട് ഒരു തീരുമാനത്തിലെത്തുകയാണ്. കുട്ടി സ്കൂൾ യൂണിഫോം അനുസരിച്ച് സ്കൂളിലേക്ക് വന്നുകൊള്ളാം എന്ന തീരുമാനമാകുന്നു. ഇന്നലെ നമ്മൾ ആ പിതാവിൻ്റെ ബൈറ്റും കൊടുത്താണ്. അതിലും അദ്ദേഹം ഇത് വർഗീയമായി മാറരുത് എന്ന് ആലോചനയുണ്ടെന്ന് അതാണ് അദ്ദേഹത്തിൻ്റെ വാചകം. അപ്പോൾ കുട്ടി ഇന്നു മുതൽ സ്കൂളിലേക്ക് വരാം എന്ന് തീരുമാനിക്കുകയാണ്. ഇതാണ് നമ്മൾ ഇന്നലെ വരെ കാണുന്നത്. അതിനുശേഷമാണ് മന്ത്രിയുടെ പ്രതികരണം വരുന്നത്. അപ്പോഴേക്കും എന്താണ്? ഇന്നിപ്പോൾ ദീപിക പത്രത്തിൽ മുഖപ്രസംഗം വരുന്നു. ലത്തീൻ സഭയുടെ സ്കൂളാണ്. ലത്തീൻ സഭ പ്രതികരിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. സിറോ മലബാർ സഭയുടെ പ്രതികരണം കൂടി വരുന്നതോടുകൂടി ലത്തീൻ സഭയും പ്രതികരിക്കുന്നു. അപ്പോൾ അവരുടെ പ്രതികരണങ്ങൾ വരുന്നത് കുറച്ച് കടുത്ത പ്രതികരണമായിട്ടാണ് വരുന്നത്. ദീപികയിലെ മുഖപ്രസംഗത്തിൽ പറയുന്നത് വിദ്യാഭ്യാസ മന്ത്രിയുടേത് വിവേകരഹിതമായ പ്രസ്താവനയാണ്. പ്രശ്നപരിഹാര സാധ്യത തെളിഞ്ഞതിനു ശേഷം മന്ത്രി വിവേകരഹിതമായി പ്രതികരിച്ചു. അതിനപ്പുറം ചില പ്രതികരണങ്ങൾ ഉണ്ട്. ആ പ്രതികരണം കുറച്ച് രൂക്ഷമായ പ്രതികരണമാണ്. ആ പ്രതികരണം എന്നുള്ളത് മറ്റു മതസ്ഥർ നടത്തുന്ന സ്കൂളുകളിൽ നിസ്കാരമുറിയുടെയും ഹിജാബിൻ്റെയും മറവിൽ നുഴഞ്ഞു കയറുന്ന മൗലികവാദികളെ
പൊറുക്കുന്നതല്ല, അല്ല അവർക്കൊപ്പം നിൽക്കുന്നതല്ല ഉത്തരവാദിത്തം. അതായത് മന്ത്രിയുടെ ഉത്തരവാദിത്തം അതല്ല എന്ന് പറയുന്നു. കുട്ടികളെ മുന്നിൽ നിർത്തി മറ്റു മതസ്ഥരുടെ സ്ഥാപനങ്ങളിൽ അരാജകത്വം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവരെ ഒപ്പമുള്ളവർ തിരുത്തണം. അങ്ങനെയൊക്കെ ഒരു ശ്രമം ഇതിലുണ്ടായിട്ടുണ്ടോ എനിക്കറിയില്ല. ഇതിൽ ഇപ്പോൾ SDPIയുടെ ഇടപെടലുണ്ട് എന്ന് പറയുന്നു. SDPIയുടെ ഒരു പ്രതിനിധിയുമായിട്ടാണ് കുട്ടിയുടെ പിതാവ് നേരത്തെ സ്കൂളിൽ വന്നത് എന്നൊക്കെയുള്ള വാദങ്ങളൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഒരു ഇടപെടൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പരിശോധിക്കണം. പക്ഷേ ആത്യന്തികമായി വിശ്വാസമായി ആ സ്കൂളിലെ യൂണിഫോമിൽ ഇത്തരത്തിലുള്ള ഒരു വിട്ടുവീഴ്ചകൾക്ക് ആ സ്ഥാപനം തയ്യാറാകുന്നുണ്ടോ എന്നുള്ളത് സാധാരണ ക്രൈസ്തവ സഭകൾ നടത്തുന്ന സ്കൂളുകളിൽ നടത്തിയിട്ടുള്ളതാണ്. അതാണ് ഞാൻ പറഞ്ഞത്. എൻ്റെയൊക്കെ കാലത്ത് അത് തുടർച്ചയായിട്ടുള്ളതാണ്. ഇപ്പോഴും എനിക്കറിയാം കോഴിക്കോടെ പല സ്കൂളുകളിലും അങ്ങനെയുണ്ട്, അത് അനുവദിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഹിജാബാണ്, അതൊരു ഷോൾ ആയിരുന്നെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാകില്ല എന്നാണോ മനസ്സിലാകുന്നത്? ഹിജാബ് എന്ന് വെച്ചാൽ മുഖം മറയ്ക്കുന്നതല്ല, തല മറയ്ക്കുന്ന ഒരു ഷോളിൻ്റെ രൂപത്തിൽ തന്നെ ഇത് മൊത്തത്തിൽ കെട്ടിവയ്ക്കുന്ന ഒരു സംഭവമാണ് ഹിജാബ്. അപ്പോൾ അത് അനുവദിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളുടെ സ്കൂളിൽ യൂണിഫോം അനുസരിച്ച് വരുമ്പോൾ ഒരു മതവും അനുശാസിക്കുന്ന ഒന്നും അംഗീകരിക്കില്ല എന്നാണ് പറയുന്നത്. ഞങ്ങളുടെ സ്കൂളിലും ചന്ദനക്കുറിയൊന്നും സ്കൂളിൽ വരാറില്ല, കയ്യിൽ ചരട് കെട്ടി വരാറില്ല. എല്ലാ മതസ്ഥരും ആ രൂപത്തിലാണ്. പക്ഷേ മുസ്ലിം വിദ്യാർത്ഥികൾക്ക് ഇങ്ങനെ താല്പര്യമുണ്ട് എന്ന് പറയുമ്പോൾ അതിനോട് വിട്ടുവീഴ്ച സ്കൂൾ അധികൃതർ ചെയ്യുന്നു. നമ്മൾ അപ്പോഴാണ് ഈ പൊതു സാഹചര്യം മനസ്സിലാക്കേണ്ടത്. പൊതു സാഹചര്യം എന്താണ്? ഒരു മുസ്ലിം വിരുദ്ധ സമീപനം ഇവിടെ ശക്തമായി ഉയരുന്നുണ്ട്. മുസ്ലിം വിരുദ്ധ എന്നതിനൊപ്പം ന്യൂനപക്ഷ വിരോധ സമീപനം ഇവിടെ ഉയരുന്നുണ്ട്. ഇവിടെ കന്യാസ്ത്രീകൾക്ക് കന്യാസ്ത്രീ വേഷത്തിൽ നടക്കാൻ പറ്റാത്ത സാഹചര്യം നമ്മളിവിടെ ചർച്ച ചെയ്യുകയാണ്. സഭകൾ അത് മനസ്സിലാക്കേണ്ടതാണ്. കന്യാസ്ത്രീകൾക്ക് ഇപ്പോൾ വടക്കേ ഇന്ത്യയിൽ എങ്ങനെയാണ് സഞ്ചരിക്കാൻ പറ്റുന്നത് എന്നുള്ള ഒരു പ്രധാനപ്പെട്ട വിഷയമല്ലേ? കന്യാസ്ത്രീകൾക്ക് അങ്ങനെ സഞ്ചരിക്കാൻ പറ്റിയിട്ടില്ല എന്നും കന്യാസ്ത്രീകൾ ആക്രമിക്കപ്പെട്ടു എന്നുള്ളത് നമ്മൾ ഇത്ര ദിവസം ഇവിടെ ചർച്ച ചെയ്തതാണ് അല്ലേ? അത് ആരൊക്കെ ഇടപെടേണ്ടി വന്നു? കന്യാസ്ത്രീകൾ ജയിലിൽ കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ ചർച്ച ചെയ്തതാണ്. അപ്പോൾ ഒരു പൊതു സാഹചര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് മുസ്ലിം ന്യൂനപക്ഷം മാത്രമല്ല, ഇത് അനുഭവിക്കേണ്ടി വരുന്നത് ക്രിസ്ത്യൻ ന്യൂനപക്ഷം കൂടിയാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് എരുതിയിൽ എണ്ണയൊഴിക്കുന്ന സമീപനം മന്ത്രിയുടെ പ്രസ്താവന മാത്രമാണോ ഉണ്ടാക്കുന്നത്? അതിലപ്പുറം സഭകളും ഇക്കാര്യത്തിൽ സംയമനം പാലിക്കേണ്ടത്. ഒറ്റ കുട്ടിയുടെ കാര്യമാണ്. ഇതൊരു ഒരു കൂട്ടമായിട്ടൊരു വിഷയമായിട്ട് ഉയർന്നു വന്നതല്ല, ഒരൊറ്റ കുട്ടിയുടെ കാര്യമാണ്. മാത്രമല്ല ഇതിൽ ഇത്ര രൂക്ഷമായി അന്ന് ഈ സ്കൂളിലെ ഹെഡ് മിസ്ട്രസ് ആണെന്ന് തോന്നുന്നു, അന്ന് പ്രതികരിക്കുമ്പോൾ മറ്റു കുട്ടികൾക്ക് ഭയമുണ്ടാക്കുന്ന രൂപത്തിൽ നിന്നോ എന്തൊരു പ്രതികരണം കണ്ടു. അങ്ങനെ ഭയമുണ്ടാകേണ്ട കാര്യം എന്താണ്? ഒരാളുടെ വിശ്വാസമായി വരുമ്പോൾ ഭയമുണ്ട്. അതല്ലാതെ വേറെ എന്തെങ്കിലും രീതിയിലുള്ള പ്രതികരണങ്ങൾ നടത്തുകയോ അല്ലെങ്കിൽ മറ്റു കുട്ടികളെ ആ രൂപത്തിൽ ഇതിലേക്ക് ആകർഷിക്കാനുള്ള ശ്രമം നടത്തുക, അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഗുരുതരമായ വിഷയമാണ്. അങ്ങനെ ഉണ്ടായിട്ടില്ല എന്ന് ഇരിക്കെ അങ്ങനെ ഒരു ഭയം ജനിപ്പിക്കുന്നത് എന്തിനാണെന്നുള്ള ചോദ്യമാണ്. അപ്പോൾ രാജ്യത്താകെയുള്ള പൊതു സാഹചര്യം മനസ്സിലാക്കി വേണം സഭകളും ഇതിൽ പ്രതികരിക്കാൻ എന്നുള്ളതാണ്. ഇതിൽ ഈ പറയുന്ന മറ്റു മതസ്ഥർ നടത്തുന്ന സ്കൂളുകളിൽ നിസ്കാരമുറിയുടെയും ഹിജാബിൻ്റെയും മറവിൽ നുഴഞ്ഞു കയറുന്ന മതമൗലികവാദികൾ എന്നൊക്കെ പറയുമ്പോൾ ലവ് ജിഹാദൊക്കെ പോലെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ എടുത്തു വെക്കുന്ന രൂപത്തിലുള്ള പ്രതികരണമാണ് വരുന്നത്. അപ്പോൾ സൂക്ഷിക്കേണ്ടതുണ്ട് ഇത്തരം പ്രതികരണങ്ങൾ എന്നുള്ളതാണ്. കോടതി വിധികൾ അവിടെ നിൽക്കുന്നു. കോടതി വിധി സ്കൂളിന് അനുകൂലമാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പക്ഷെ അപ്പോഴും വിവേകത്തോടു കൂടി ബാക്കിയുള്ളവരെ കൂടി മറ്റ് വിശ്വാസങ്ങളെ കൂടി അംഗീകരിക്കുന്ന രൂപത്തിലുള്ള കുറച്ചുകൂടി തുറന്ന മനസ്സ് ഇക്കാര്യത്തിൽ കാണിക്കേണ്ടതെന്നുള്ളതാണ്. മറ്റ് ഗൂഢാലോചനകൾ അപ്പുറത്ത് നടക്കുന്നുണ്ടെങ്കിൽ അത് പരിശോധിക്കാൻ സർക്കാരുണ്ട്, അത് പരിശോധിക്കട്ടെ. സർക്കാർ കാര്യത്തിൽ പ്രതികരിക്കട്ടെ. സർക്കാർ ഇപ്പോൾ കുട്ടിയുടെ പഠനവുമായി ബന്ധപ്പെട്ട് കുട്ടിയുടെ മൗലികാവകാശവുമായി ബന്ധപ്പെട്ടാണ് പ്രതികരിച്ചത്. ഒരു വ്യക്തിയുടെ മൗലികാവകാശത്തിനും അപ്പുറമാണ് പൊതുവായിട്ടുള്ള ആവശ്യം എന്നുള്ളത് കോടതി തന്നെ പറഞ്ഞ സ്ഥിതിക്ക് കോടതി വിധി എന്തായാലും അനുകൂലമാണെന്ന വാദം സ്കൂളിന് പറയാം. അത് സ്കൂളിനാണ് അക്കാര്യത്തിൽ മേൽക്കൈ എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ അതിലപ്പുറം കാര്യങ്ങൾ വഷളാക്കരുത്. വഷളാക്കുമ്പോൾ ഇതിൽ ഇടപെടൽ നടത്താൻ കൂടുതൽ ആളുകൾ രംഗത്ത് വരും, അല്ലെങ്കിൽ കൂടുതൽ സംഘടനകൾ രംഗത്ത് വരുമെന്നുള്ളത് ഉറപ്പാണ്. ഈ പറയുന്ന ഇപ്പോൾ ഇങ്ങനെയുള്ള പ്രതികരണം ഇപ്പോൾ ദീപികയിൽ നിന്നും വന്ന സ്ഥിതിക്ക് ഈ പറയുന്ന അപ്പുറത്തുള്ള തീവ്ര നിലപാടുള്ളവരും ചിലപ്പോൾ വെറുതെ ഇരിക്കില്ല. തീവ്ര നിലപാടുള്ളവരും മറ്റു രൂപത്തിലും അത് കൊണ്ടുവരും. അപ്പോൾ ഇതിൽ എങ്ങനെയാണ് ഇതിൽ നിലപാടെടുക്കുന്നത്? നമുക്ക് അറിയാമല്ലോ, കർണാടകയിൽ ഹിജാബ് ധരിച്ച് കുട്ടികൾ കോളേജിൽ വരരുത് എന്നുള്ള തീരുമാനം അന്നത്തെ BJP സർക്കാരിൻ്റെ ഉത്തരവായിരുന്നു. അന്ന് നമ്മൾ ഹിജാബിനൊപ്പം നിന്നു. എന്തുകൊണ്ടാണ്? ഹിജാബ് എന്നുള്ളത്, ഞാനൊരു സ്ത്രീ എന്ന നിലയ്ക്ക് ഹിജാബ് എന്നുള്ളത് സ്വാതന്ത്ര്യത്തിന് എതിരാണെന്ന് വിചാരിക്കുന്ന ആൾ, അതെൻ്റെ വിശ്വാസമാണ്, എൻ്റെ നിലപാടാണ്. എന്ന് വെച്ച് ഹിജാബ് ധരിച്ച കുട്ടികൾ അവിടേക്ക് വരുന്നത് ഹിജാബ് ധരിക്കാതെ സ്കൂളിലേക്ക് അല്ലെങ്കിൽ കോളേജിലേക്ക് പഠിക്കാൻ വിടില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനാണ് പ്രാധാന്യം. അതിനനുസരിച്ചാണ് അന്നത്തെ കോടതി ഉത്തരവിൽ ഒരു ജഡ്ജ് വിയോജനക്കുറിപ്പ് ഇറക്കിയത്. ഇപ്പോഴും അതിൽ അന്തിമവിധി വന്നിട്ടില്ല എന്നുള്ള കാര്യം ഓർക്കണം. അപ്പോൾ ഹിജാബുമായി ബന്ധപ്പെട്ട ഹിജാബ് എന്ന വിഷയത്തിനപ്പുറം ഇതിൽ ഈ പൊതു സാഹചര്യം കൂടി വിലയിരുത്തി കൊണ്ടുവേണം ഇതിൽ പ്രതികരിക്കുക. അതിൽ ക്രിസ്ത്യൻ സഭകൾ കുറച്ചുകൂടി പക്വത കാണിക്കണം എന്നുള്ളതാണ്. ചാടിപ്പുറപ്പെട്ട് പ്രതികരിക്കുമ്പോൾ ഇതാർക്കാണ് വളമാകുന്നത്? ഇത് നമുക്ക് തന്നെ വേറെ രൂപത്തിൽ തിരിച്ചടിക്കാനുള്ള സാധ്യത കൂടി അത് മുന്നിൽ കാണണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. പച്ചവെള്ളത്തിന് തീപിടിക്കുന്ന വർഗീയതയുള്ള ഒരു നാടായിട്ട് നമ്മുടെ നാട് മാറുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഒരു ഉദാഹരണം കൂടിയാണിത്. ഒരു കുട്ടി തട്ടമിടണോ ആ കുട്ടി തട്ടമിടാതിരിക്കണോ എന്നുള്ളത് ആ കുട്ടിയുടെ മാത്രം തീരുമാനമാകുമ്പോഴാണ് മതേതരത്വത്തിന് ഒരു സൗന്ദര്യം ഉണ്ടാവുന്നത്.
മതേതരത്വം എന്ന ആശയത്തെ ലോകത്ത് വിവിധയിടങ്ങളിൽ വിവിധ രീതിയിലാണ് കാണുന്നത്. അതിനൊരു പൂർണ്ണമായിട്ട് സാർവലൗകികമായ ഒരു ആപ്ലിക്കേഷൻ ഇല്ല. ഉദാഹരണത്തിന് ഫ്രാൻസിൽ മതപരമായ കാര്യങ്ങളിൽ സർക്കാരും ഇടപെടില്ല, സർക്കാരിൻ്റെ കാര്യങ്ങളിൽ മതവും ഇടപെടില്ല. രണ്ട് തലങ്ങളിലും ഇടപെടാതിരിക്കുന്ന ഒരുതരം സെപ്പറേഷൻ അവിടെയുണ്ട്. അമേരിക്കയിലേക്ക് വന്നാൽ അവിടെ മതപരമായ കാര്യങ്ങളിൽ സർക്കാർ ഇടപെടും എന്നുള്ള ഒരു സംവിധാനം അവിടെയുണ്ട്. എന്നാൽ ഇന്ത്യയിലേക്ക് എത്തുമ്പോഴോ നമ്മളിവിടെ അപ്ലൈ ചെയ്തിരിക്കുന്ന പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് പ്രിൻസിപ്പിൾഡ് ഡിസ്റ്റൻസ് എന്ന് പറയുന്ന തത്വമാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതം ഏതെങ്കിലും തരത്തിൽ മൗലികാവകാശങ്ങളെ ഹനിക്കുന്ന ഘട്ടത്തിൽ നമ്മുടെ സ്റ്റേറ്റിന് ആ വിഷയത്തിൽ ഇടപെടാനുള്ള ഒരു സ്പേസ് ഉണ്ട് എന്നത് മാത്രമാണ്. അതുവരെ മതസ്വാതന്ത്ര്യം ആർട്ടിക്കിൾ 25 അനുസരിച്ച് അത് പൂർണ്ണമായിട്ടും അതാത് വ്യക്തികൾക്ക് തീരുമാനിക്കാവുന്ന രീതിയിലാണ്. പക്ഷേ എപ്പോഴെങ്കിലും അത് മൗലികാവകാശങ്ങളെ ബാധിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയാൽ സ്റ്റേറ്റിന് ഇടപെടാം. ഇതാണ് പ്രിൻസിപ്പിൾഡ് ഡിസ്റ്റൻസ്. ഇതാണ് ഇതിന് പിന്നിലെ ആശയം. ഇവിടെ അങ്ങനെ ഏതെങ്കിലും തരത്തിൽ മൗലികാവകാശത്തെ ഹനിക്കുന്ന തരത്തിൽ സംഭവത്തിലാണോ സ്റ്റേറ്റ് ഇടപെട്ടിരിക്കുന്നതെന്നാണ് ചോദ്യം. ഞാനിതിൽ DDA പൂർണ്ണമായിട്ടും കുറ്റപ്പെടുത്തുകയാണ്. DDAയുടെ റിപ്പോർട്ടിൽ വേണ്ടത്ര മനസ്സ് അർപ്പിക്കാതെ തീരുമാനമെടുത്ത വിദ്യാഭ്യാസ മന്ത്രിയുടെ നിലപാടും ശരിയല്ല എന്ന് തന്നെയാണ് എൻ്റെ പക്ഷം. വിദ്യാഭ്യാസ മന്ത്രിയെ നിലപാട് തിരുത്തും. ഇന്ന് രാവിലെ മയപ്പെട്ടു എന്നതിൻ്റെ സൂചന കൂടി നമ്മൾ കാണുന്നു. തീർച്ചയായിട്ടും വിദ്യാഭ്യാസ മന്ത്രി ആ നിലപാട് തിരുത്തി ഈ സ്കൂളിനെതിരെ ഒരു നടപടിയും എടുക്കരുത് എന്നുള്ളതാണ് എൻ്റെ ഈ വിഷയത്തിലെ ടേക്ക്. അതിന് 2-3 കാരണങ്ങളുണ്ട്. ആ കാരണങ്ങൾ കൂടി ഞാൻ പറയാം. ഒന്ന്, ഈ വിഷയത്തിൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എന്നത് DDAയ്ക്കും AEയുടെയും റിപ്പോർട്ടിൽ ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു റിപ്പോർട്ട് DDO കൊടുത്തു എന്ന് തന്നെയാണ് എൻ്റെ വാദം. എന്തുകൊണ്ടെന്നാൽ ഈ സംഭവം ഞാൻ മനസ്സിലാക്കിയതനുസരിച്ച്, അവിടുത്തെ പ്രാഥമിക സോഴ്സിൽ നിന്ന് മനസ്സിലാക്കിയതനുസരിച്ച്, പള്ളുരുത്തിയിലെ സെൻറ്റ് റീത്താസ് സ്കൂളിൽ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി കഴിഞ്ഞ ജൂൺ മാസത്തിലാണ് അവിടെ അഡ്മിഷൻ എടുക്കുന്നത്. ജൂൺ മാസം അഡ്മിഷൻ എടുക്കുന്ന ദിവസം മുതൽ 2-3 ദിവസം ഈ കുട്ടി സ്കാർഫ് ഇട്ട് വരുന്നുണ്ട്, അഥവാ ഹിജാബ് ധരിച്ചു വരുന്നുണ്ട്. എന്നാൽ സ്കൂളിലെ യൂണിഫോം അതിനനുവദിക്കുന്നില്ല എന്ന് സ്കൂളിലെ അധികൃതർ ഈ കുട്ടിയെ വളരെ കൃത്യമായി പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്, രക്ഷിതാക്കളെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ ബോധ്യപ്പെടുത്തിയതിനു ശേഷം ജൂൺ മാസത്തിൽ കുട്ടി വരുമ്പോൾ ഹിജാബ് ധരിക്കുന്നില്ല, ജൂലൈ മാസത്തിൽ കുട്ടി വരുമ്പോൾ ഹിജാബ് ധരിക്കുന്നില്ല, ഓഗസ്റ്റിലും സെപ്റ്റംബറിലും കുട്ടി ഈ സ്കൂളിൽ വരുമ്പോൾ ഹിജാബ് ധരിക്കുന്നില്ല. എന്തിന് ഒക്ടോബർ മാസത്തിലെ പാതി ദിവസങ്ങൾ വരെയും കുട്ടി ഹിജാബ് ധരിക്കുന്നില്ല, രക്ഷിതാക്കൾ കൊണ്ടുവരുന്നില്ല. 9ാം തീയതി ആകുമ്പോഴേക്കും ആർട്സ് ഫെസ്റ്റിവലിൻ്റെ ദിവസം കുട്ടി വീണ്ടും ഈ ഹിജാബ് ധരിച്ചു വരുന്നു. അന്ന് അധ്യാപകർ കുട്ടിയെ വിലക്കുന്നില്ല. കുട്ടി അവിടെ ഒരു തരത്തിലും പുറത്താക്കപ്പെടുന്നില്ല. ആർട്സ് ഫെസ്റ്റിവലിൽ അവിടെ ഇരുന്ന് കുട്ടി ആ പരിപാടി ആസ്വദിക്കുകയും പരിപാടിയിൽ പങ്കെടുക്കുകയും ചെയ്യുന്നു. ഒരു തരത്തിലും ആ കുട്ടി അവിടെ നിന്ന് ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്നില്ല. സ്കൂൾ ഒരു തരത്തിലുള്ള വീഴ്ചയും അന്ന് ചെയ്യുന്നില്ല. 2ാമത്തെ ദിവസം കുട്ടി, ശനിയാഴ്ചയാണ്, അധ്യയന ദിവസമാണ്. ആ ദിവസം കുട്ടിയെ സ്കൂളിൽ വരുന്ന സമയത്ത് രക്ഷിതാവ് കൂടി വരുന്നു. തീർച്ചയായിട്ടും അധ്യാപകർ പറഞ്ഞിട്ടുണ്ടാവും യൂണിഫോം പാലിക്കണം. നമ്മുടെയൊക്കെ വീടുകളിൽ ഈ അധ്യാപകർ വിളിച്ചറിയിക്കാറുണ്ട്. കുട്ടി യൂണിഫോം ഇടാതെ വന്നു കഴിഞ്ഞാൽ പലതരത്തിലുള്ള ശാസനകൾ കൊടുക്കും, രക്ഷിതാക്കളെ വിളിച്ചറിയിക്കും, ഇല്ലെങ്കിൽ ഡയറിയിൽ എഴുതി കൊടുത്തുവിടും. അതൊക്കെ അതാത് സ്കൂളുകളുടെ അവകാശമാണ്. അതവർ ചെയ്തു. അപ്പോൾ രക്ഷിതാവ് വരുന്നു. രക്ഷിതാവ് വന്നിട്ട് പറയുന്നു, അങ്ങനെ ഞാൻ മോളെ വിളിച്ചുകൊണ്ട് പോകുന്നു എന്ന് പറഞ്ഞ് ആ ദിവസം രക്ഷിതാവാണ് ഈ കുട്ടിയെ വിളിച്ചുകൊണ്ട് പോകുന്നത്. ഈ സ്കൂൾ ഈ കുട്ടിയെ പുറത്താക്കിയിട്ടില്ല, TC കൊടുത്തു പറഞ്ഞു വിട്ടിട്ടില്ല. 3ാമത്തെ ദിവസം കുട്ടിയെ രക്ഷിതാവ് മാത്രമല്ല വരുന്നത്, ആ പ്രദേശത്തുള്ള ഒരു SDP-യുടെ മണ്ഡലം പ്രതിനിധി കൂടി അവിടെ വന്നു എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ കാര്യങ്ങൾ എന്താണ്? ഇത് ഒരു വിദ്യാർത്ഥിയും സ്കൂളും തമ്മിലുള്ള വിഷയത്തിൽ നിന്ന്, രക്ഷിതാവും സ്കൂളും തമ്മിലുള്ള വിഷയത്തിൽ നിന്ന് ഒരു സംഘടനയും സ്കൂളും തമ്മിലുള്ള സഭയും തമ്മിലുള്ള വിഷയമായിട്ട് മാറി. ഇവിടെയാണ് അതിനകത്തെ വർഗീയമായിട്ടൊരു എലമെന്റ് വരുന്നത്. അന്ന് ജൂണിൽ ഈ കുട്ടിക്കും രക്ഷിതാക്കൾക്കും മനസ്സിലായി, ഉമ്മയ്ക്കത് കൃത്യമായി മനസ്സിലാവുകയും ആ കുട്ടിയെ സ്കൂളിൽ അയക്കുകയും ചെയ്തിരുന്നതാണ്. അപ്പോൾ പിന്നെ എങ്ങനെയാണ് പൊടുന്നനെ ഒരാവശ്യമായി വരുന്നത് എന്നുള്ളതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. പക്ഷെ നമുക്ക് പറയാം, ഏത് സമയത്തും ഒരാൾക്ക് ഇതൊരു എസെൻഷ്യൽ പ്രാക്ടീസ് ഓഫ് റിലീജിയൻ ആണ്, മതത്തിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ഉപയോഗം ഈ സ്കാർഫിനുണ്ടെന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ വരാമെന്നൊക്കെ വിശാലമായ വാദം പറയാം. അങ്ങനെ വാദം വന്നാൽ ഈ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി അങ്ങ് മനസ്സിലാക്കേണ്ടത്, DDO മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ഈ സംസ്ഥാനത്ത് 2018 ഹൈക്കോടതി പുറത്തിറക്കിയ ക്രൈസ്റ്റ് നഗർ സ്കൂളുമായി ബന്ധപ്പെട്ട ഒരു ഉത്തരവുണ്ട്. അന്ന് ജസ്റ്റിസ് മുഷ്താഖിൻ്റെ ഓർഡറിൽ വളരെ വ്യക്തമായി പറയുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ ആ ഭാഗം വായിക്കാം. ആ ഭാഗം കേട്ടുകഴിഞ്ഞാൽ ഇതിനകത്ത് ഒരു സംശയമുണ്ടാവില്ല, ആർക്കും ഒരു സംശയമുണ്ടാവില്ല. നിലവിലിരിക്കുന്ന നിയമവ്യവസ്ഥയിൽ എന്താണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്? ഹൈക്കോടതി ആ വിദ്യാർത്ഥിനിയുടെ ആവശ്യം തള്ളിക്കൊണ്ട് പറയുന്നത്, in such view of the matter, I am of the considered view that the petitioner cannot seek imposition of their individual right against the larger interest right of the institution. It is for the institution to decide whether the petitioners can be permitted to attend classes with a headscarf and full sleeve shirt. It is purely within the domain of the institution. The court cannot even direct the institution to consider such a request.
അതായത് രണ്ട് മൗലിക അവകാശങ്ങൾ തമ്മിൽ കോൺഫ്ലിക്റ്റിൽ വരുന്നു. ഒന്ന്, ഒരു കളക്റ്റീവ് റൈറ്റ് വരുന്ന ഒരു ഡൊമിനൻ്റ് റൈറ്റും ഒരു ഇൻഡിവിജ്വൽ റൈറ്റും തമ്മിൽ കോൺഫ്ലിക്റ്റിൽ വന്നാൽ ബാലൻസ് ടെസ്റ്റ് അവിടെ അപ്ലൈ ചെയ്യണം എന്നുള്ളതാണ് ഇന്ത്യയിലെ ജുഡീഷ്യറിയുടെ തത്വം. ആ ബാലൻസ് ടെസ്റ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ഏതാണോ ഡൊമിനൻ്റ് റൈറ്റ് അതിനാണ് പ്രാമുഖ്യം കിട്ടുക. ഇവിടെ ഡൊമിനൻ്റ് റൈറ്റിന് പ്രാമുഖ്യം കൊടുത്തിരിക്കുന്നത് ഹൈക്കോടതി 2018 ഒരു സംശയത്തിനും ഇടതയില്ലാത്ത വിധം പറഞ്ഞിരിക്കുന്നത് ആർട്ടിക്കിൾ 19 അനുസരിച്ച് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ റൺ ചെയ്യാനുള്ള എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ റൈറ്റാണ് ഡൊമിനൻ്റ് റൈറ്റ്. വിദ്യാർത്ഥിയുടെ ആർട്ടിക്കിൾ 25 പ്രകാരമുള്ള മൗലികാവകാശം തന്നെയാണ്, പക്ഷേ ഒരു ഡൊമിനൻ്റ് റൈറ്റിന് മുന്നിൽ അത് നിഷ്പ്രഭമാണ് എന്നുള്ളതാണ്. അപ്പോൾ ഡൊമിനൻ്റ് റൈറ്റിനാണ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ മാനേജ്മെൻറ്റുകൾക്ക് അവരുടെ യൂണിഫോം നിശ്ചയിക്കാനുള്ള അവകാശമുണ്ടെന്നുള്ളതാണ് നിലവിൽ ഹൈക്കോടതി ഉത്തരവ് പറയുന്നത്. അതനുസരിച്ചുള്ള കാര്യമല്ലേ റീത്ത സ്കൂൾ ചെയ്തിട്ടുള്ളൂ. അവരൊരു യൂണിഫോം നിശ്ചയിച്ചു, അതിനുള്ള അവകാശം ഭരണഘടനാപരമായി അവർക്കുണ്ടെന്ന് ഹൈക്കോടതി തന്നെ സാക്ഷ്യപ്പെടുത്തുകയും അവിടെ ഏതെങ്കിലും തരത്തിൽ യൂണിഫോം മാറ്റാനുള്ള അവകാശം ആ സ്കൂൾ മാനേജ്മെൻറ്റിന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ചെയ്യുന്ന ഒരു കാര്യം, എനിക്ക് സ്കൂളിൽ പഠിക്കേണ്ട, ഈ യൂണിഫോം എനിക്ക് ഇഷ്ടമല്ലെന്ന് പറഞ്ഞ് അവിടുന്ന് TC വാങ്ങി മറ്റൊരു സ്കൂളിലേക്ക് പോകാം. പക്ഷേ യൂണിഫോം ഞാൻ ധരിക്കില്ലെന്നോ യൂണിഫോമിൽ മാറ്റം വരുത്തണമെന്നോ ഒരു ഇൻഡിവിജ്വലിന് പറയാനുള്ള അവകാശമില്ല. സ്കൂളിന് മാറ്റം വരുത്താം എന്നുള്ളതാണ്. അപ്പോൾ മൂന്നാമത്തെ ഒന്ന്, ഹൈക്കോടതിയുടെ ഉത്തരവ് അവിടെ നിൽക്കുന്നു. രണ്ട്, നേരത്തെ ഈ വിദ്യാർത്ഥി ജൂൺ മാസം മുതൽ അവിടെ സ്കൂളിൽ പഠിച്ചിരുന്ന സമയത്തും സ്കാർഫ് ഉപയോഗിക്കാതെ വന്നു. പൊടുന്നനെ ഇതൊരു പ്രത്യേക ആവശ്യമായി വരുന്നു എന്നുള്ളതാണ് അതിലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഇതൊന്നും DD പരിശോധിച്ചില്ല കേട്ടോ. മൂന്നാമത്തെ ഒരു കാര്യം, അതും DDയോ സർക്കാരോ പരിശോധിക്കാതെയാണ് തിടുക്കപ്പെട്ടൊരു തീരുമാനത്തിലേക്ക് പോയത്. എന്താണെന്നറിയാമോ? 2022 മറ്റൊരു കേസുണ്ട്. എന്താണെന്ന് വെച്ചാൽ സ്റ്റുഡൻറ് പോലീസ് കേഡറ്റിൻ്റെ വിഭാഗത്തിൽ പ്രവർത്തിക്കുന്ന ഒരു കുട്ടി, റിസ നഹ എന്ന് പറയുന്ന ഒരു കുട്ടി, ആ കുട്ടിക്ക് സ്റ്റുഡൻറ് പോലീസ് കേഡറ്റിനോടൊപ്പം സ്കാർഫ് വെക്കണം എന്നൊരു ആവശ്യവുമായിട്ട് വന്നു. സർക്കാരിന് മുന്നിൽ വന്നപ്പോൾ സർക്കാരിൻ്റെ ഒരു അഫിഡവിറ്റ് ഉണ്ട്. ആ അഫിഡവിറ്റ് 21/1/2022 3 വർഷങ്ങൾക്ക് മുമ്പ് ഇതേ സർക്കാർ ഹൈക്കോടതിയിൽ കൊടുത്തിരിക്കുന്ന ഒരു സത്യവാങ്മൂലമുണ്ട്. ആ സത്യവാങ്മൂലത്തിൽ പറയുന്നത് എന്താണെന്നറിയാമോ? ആ സത്യവാങ്മൂലത്തിൽ പറയുന്നത് യൂണിഫോമുകളിൽ ഈ പറയുന്ന റിലീജിയസ് ആയിട്ടുള്ള ഇൻഡിക്കേഷൻസ് പാടില്ല എന്നുള്ളത് തന്നെയാണ്. അങ്ങനൊരു നിലപാടെടുത്ത സ്റ്റേറ്റ്, അങ്ങനൊരു സത്യവാങ്മൂലം 2022 കൊടുത്ത സ്റ്റേറ്റ് എങ്ങനെയാണ് ഈ വിഷയത്തിൽ പെട്ടെന്നൊരു നിലപാട് മാറ്റം ഉണ്ടാവുക? ഒന്നത് ഹൈക്കോടതി വിധിക്കെതിരാണ്, രണ്ട്, സർക്കാർ തന്നെ സ്റ്റുഡൻറ് പോലീസ് കേഡറ്റിൻ്റെ യൂണിഫോമിൽ ഈ സ്കാർഫ് പാടില്ല എന്ന നിലപാട് 2022 ഒരു അഫിഡവിറ്റ് വഴി, ഒരു സത്യവാങ്മൂലം വഴി നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. ആ നിലപാട് നിലവിലിരിക്കെ എങ്ങനെയാണ് മന്ത്രിക്കും DDക്കും തിരിച്ചൊരു നിലപാടെടുക്കാൻ സാധിക്കുക? അപ്പോൾ 3 പ്രധാനപ്പെട്ട കാരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ഇനി ഒരു കാര്യം കൂടി ഞാൻ പ്രേക്ഷകരോട് പറയാം. ഈ സംഭവങ്ങൾ നടക്കുന്ന സമയം, അതായത് ആർട്സിൻ്റെ കുട്ടി പങ്കെടുക്കുന്നു, രണ്ടാമത്തെ ദിവസം ഈ കുട്ടി സ്കൂളിൽ വരുന്നു, സ്കൂളിൽ ക്ലാസ്സിലിരിക്കുന്നു, ആ സമയത്ത് രക്ഷിതാവ് വിളിച്ചിറക്കിക്കൊണ്ട് പോകുന്നു. ഇന്ന് സർക്കാരിൻ്റെതായിട്ട് വന്ന ഒരു ഉത്തരവിൽ എന്താ പറയുന്നത്? DDയുടെ റിപ്പോർട്ടിൽ പറയുന്നത് നോൺ എൻറോൾമെൻ്റ് ആയിരുന്നു എന്നുള്ളതാണ്. കുട്ടിക്ക് എൻറോൾമെൻറ്റ് കൊടുക്കുന്നില്ലെന്നാണ്. അങ്ങനെ ഒരു സംഭവമേ ഇല്ല സാർ. കുട്ടി അവിടെ അഡ്മിഷൻ എടുത്തു, കഴിഞ്ഞ മാസങ്ങളിൽ അവിടെ പഠിക്കുന്നു. നോൺ എൻറോൾമെൻറ്റിൻ്റെ ഒരു ഇഷ്യൂ തന്നെ അവിടെ ഇല്ല. അപ്പോൾ അടിസ്ഥാനപരമായ വസ്തുത പോലും DDയും മനസ്സിലാക്കിയിട്ടില്ല, AEയും മനസ്സിലാക്കാതെയാണ് ഈ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. കുട്ടിക്ക് അഡ്മിഷൻ കിട്ടി, കുട്ടി സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. അതുകൊണ്ട് കുട്ടിയെ ഒരു നിമിഷം പോലും പുറത്താക്കിയിട്ടുമില്ല. മാത്രമല്ല, അധ്യാപകൻ അല്ല പുറത്താക്കുന്നത്, രക്ഷിതാവ് വന്ന് വിളിച്ചുകൊണ്ട് പോവുകയാണ്. അത് ആദ്യത്തെ ദിവസം വിളിച്ചുകൊണ്ട് പോകുന്നു, രണ്ടാമത്തെ ദിവസം SDPയിലെ തന്നെ ഒരു നേതാവിൻ്റെ സാന്നിധ്യത്തിൽ വന്ന് ഈ കുട്ടി അവിടെ നിന്ന് വിളിച്ചിറക്കിക്കൊണ്ട് പോവുകയാണ് ചെയ്തത്. ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഞാൻ അന്വേഷിച്ചതിൽ നിന്ന് ഈ കുട്ടി 2-3 സ്കൂളുകൾ മാറിയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതേ കാരണത്താലാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതൊക്കെ ആ കുട്ടിയുടെ സ്വകാര്യമായിട്ടുള്ള അവകാശമാണ്, അത് ഫണ്ടമെന്റൽ റൈറ്റ് ആണെന്ന് നമുക്ക് പറയാം. കുട്ടിക്ക് താല്പര്യമില്ലാത്ത മറ്റൊരു സ്കൂളിലേക്ക് പോകാം. പക്ഷേ ഇതൊരു രാഷ്ട്രീയ വിഷയമായിട്ട് ഇത് പരിണമിക്കരുത് എന്നുള്ളതാണ്. ഇതിലൊരു ലാർജർ വിഷയത്തിൽ നമ്മൾ കാണണം പ്രിയപ്പെട്ട പ്രേക്ഷകരെ. അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. എവിടെയാണ് സ്റ്റേറ്റ് മതത്തിൻ്റെ കാര്യത്തിൽ ഇടപെടേണ്ടത്? ഒരു പ്രിൻസിപ്പിൾഡ് ഡിസ്റ്റൻസ്, തത്വാധിഷ്ഠിതമായ ഒരു അകലം നമ്മൾ സൂക്ഷിക്കണം. പെട്ടെന്ന് കേൾക്കുമ്പോൾ നമ്മൾ തോന്നും കർണാടകയിലെ കേസ് വെച്ച് പെട്ടെന്ന് ഈ വിഷയത്തിൽ ഇടപെട്ട് വിദ്യാർത്ഥിയുടെ ഭാഗത്ത് നിൽക്കാം എന്ന് നമുക്ക് തോന്നും. വിദ്യാർത്ഥിയുടെ ഭാഗത്ത് തന്നെയാണ് നമ്മൾ നിൽക്കേണ്ടത്. ആ കുട്ടിയുടെ വിദ്യാഭ്യാസം നിഷേധിക്കാൻ പാടില്ല എന്ന് പൂർണ്ണമായിട്ട് നമ്മൾ അംഗീകരിക്കുന്നു. പക്ഷേ നിലവിൽ ഇരിക്കുന്ന നിയമപ്രകാരം യൂണിഫോം നിഷ്കർഷിക്കാനുള്ള അവകാശം ആ സ്കൂളിനുണ്ട് എന്നുള്ള ഹൈക്കോടതി ഉത്തരവ് നിലവിലിരിക്കെ സ്റ്റേറ്റ് തന്നെ അങ്ങനെ ഒരു നിലപാടെടുത്ത സാഹചര്യത്തിൽ ഇവിടെ മറിച്ചൊരു നിലപാട് മന്ത്രി എടുക്കേണ്ടിയിരുന്നില്ല, DD എടുക്കേണ്ടിയിരുന്നില്ല. അതിലും വിചിത്രമായി തോന്നിയത് ഇന്ന് രാവിലെ 9:15 സ്കൂളിന് ഒരു ഇമെയിൽ അയക്കുന്നു. എന്നിട്ട് 11 മണിക്ക് രക്ഷിതാവിനെ കൂടി കണ്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി സ്കാർഫോട് കൂടി കുട്ടിയെ പ്രവേശിപ്പിക്കാനുള്ള ഉത്തരവ് കൊടുക്കുകയാണ് DD.
അതെന്തുത്തരവാണെന്ന് ആലോചിക്കും. 1.25 മണിക്കൂർ കൊണ്ട്. ഇതൊരു സഭയുടെ സ്ഥാപനം കൂടിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മാർപ്പാപ്പയുടെ തന്നെ നേരിട്ടുള്ള ആശീർവാദത്തിൽ പ്രവർത്തിക്കുന്ന സഹോദരിമാരുടെ ഈ സ്കൂളിൽ സ്വാഭാവികമായിട്ടും അഗസ്റ്റീനിയൻ സഹോദരിമാരുടെ സ്കൂളിൽ സ്വാഭാവികമായിട്ടും ഒരു നീതി അവർക്ക് കൊടുക്കണ്ടേ? അവരെ കൂടി നിങ്ങൾ കേൾക്കുക എന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതിനു മുമ്പ് ഒരു റിപ്പോർട്ട് ഉണ്ടാക്കി ഒരു നടപടി ആവശ്യപ്പെട്ടു. അതൊരു നോട്ടീസ് കം ഓർഡറാണ്. അതൊരു കാരണവശാലും ചെയ്യാൻ പാടില്ലാത്തതായിപ്പോയി. അതുകൊണ്ടാണ് സഭയിലെ നേതാക്കൾ വളരെ പെട്ടെന്ന് ഈ വിഷയത്തിൽ പ്രതികരിച്ചത്. മാത്രമല്ല, ഒരു കാര്യം കൂടി പ്രേക്ഷകർ മനസ്സിലാക്കണം. ഈ സ്കൂളിന് അങ്ങനെ ഒരു മോശപ്പെട്ട ചരിത്രമില്ല. ഈ സ്കൂള് സെൻറ്റ് റീറ്റ സ്കൂള് ആകെ 300 കുട്ടികളോ മറ്റോ 300-350 കുട്ടികളെ അവിടെ പഠിക്കുന്നുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൽ 117 കുട്ടികളും മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട കുട്ടികളുമാണ്. മാത്രമല്ല, കഴിഞ്ഞ വർഷം ഫീസ് അടയ്ക്കാത്ത കുട്ടികൾ പോലും ഇന്ന് ആ സ്കൂളിൽ പഠിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആ രീതിയിലൊക്കെ വളരെ വിശാല മനസ്സോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു വിഭാഗം സിസ്റ്റർമാർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സ്കൂളാണ്. ആ സ്കൂളിൽ ഫീസ് കൊടുക്കാതെ തന്നെ വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്. ഒരു കാര്യം കൂടി ഞാൻ പ്രേക്ഷകരോട് പറയാം. 117 മുസ്ലിം വിദ്യാർത്ഥികളിൽ 116 പേർക്കും ഈ യൂണിഫോം സ്വീകാര്യമാണ്. ഒരു കുട്ടിക്ക് മാത്രം 3 മാസത്തിന് ശേഷം പുറത്തു നിന്നുള്ള ഒരു സമ്മർദ്ദപ്രകാരമെന്ന് തോന്നിപ്പിക്കത്തക്ക രീതിയിൽ ആ രീതിയിൽ വേഷവിധാനം ധരിച്ചു വരേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും അതിന് പുറത്തൊരു വിവാദം ഉണ്ടാവുകയും ചെയ്തത് നിർഭാഗ്യകരമാണ്. അപ്പോൾ ഈ പറഞ്ഞ 5 കാരണങ്ങളാൽ, ഒന്ന്, ഹൈക്കോടതി ഉത്തരവ് 2018 2022 സർക്കാർ തന്നെ യൂണിഫോം പാലിക്കണം, അതിൽ റിലീജിയസ് ആയിട്ടുള്ള മതപരമായ ചിഹ്നങ്ങൾ പാടില്ലെന്ന് നിലപാടെടുത്തിട്ടുണ്ട്. 3, ഈ കുട്ടി തന്നെ 2025 ജൂൺ മാസം മുതൽ ഈ മാസം വരെ, ഒക്ടോബർ മാസം വരെ ഇതേ യൂണിഫോമിൽ തന്നെ സ്കാർഫ് ധരിക്കാതെ, ഹിജാബ് ധരിക്കാതെ വന്നിട്ടുണ്ട്. 4, ഈ കുട്ടിയെ സ്കൂളിൽ നിന്ന് പുറത്താക്കിയിട്ടില്ല. എൻറോൾമെൻറ്റിൻ്റെ ഒരു ഇഷ്യൂവും അവിടെയില്ല. 5, ഈ സ്കൂളിൽ 117 മുസ്ലിം വിദ്യാർത്ഥികൾക്കും ഇതേ ബാക്ക്ഗ്രൗണ്ടിൽ മുസ്ലിം വിദ്യാർത്ഥികൾക്കും ഇതേ യൂണിഫോം അനുസരിച്ച് അവിടെ പഠിക്കാൻ കഴിയുന്നൊരു സാഹചര്യവും ഉണ്ട് എന്നുള്ളതാണ്. ഇത്രയുമാണ് യാഥാർത്ഥ്യം നമ്മുടെ മുന്നിലിരിക്കുന്നത്. ആ യാഥാർത്ഥ്യത്തെ നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് വേണമായിരുന്നു ഒരു തീരുമാനമെടുക്കാൻ എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ സ്കൂളിനെതിരെ ഒരു നടപടിയും സർക്കാരിൻ്റെ ഭാഗത്തുണ്ടാവുന്നത് സ്കൂളിന് വീഴ്ച സംഭവിച്ചിട്ടില്ല എന്ന് തന്നെയാണ്. എന്നാൽ അതേസമയം കരുതലോടുകൂടിയുള്ള പ്രതികരണങ്ങൾ വേണം. ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, പച്ചവെള്ളത്തിന് പോലും തീ പിടിപ്പിക്കുന്ന വർഗീയതയുള്ള ഒരു നാടാണ്. അതുകൊണ്ട് കരുതലോടുകൂടി പ്രതികരിക്കണം. ഇന്നലെ തന്നെ ആ വിഷയം ഹൈബി ഈഡനും ഷിയാസും ഒക്കെ പോയി സെറ്റിൽ ചെയ്തിരുന്നതാണ്. അതിനിടയ്ക്ക് വളരെ പെട്ടെന്ന് ഇങ്ങനെയൊരു ഇടപെടൽ ഉണ്ടായതാണ് ഇപ്പോൾ സഭയെ പ്രകോപിപ്പിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൽ രക്ഷിതാവ് എന്ന PTA ഭാരവാഹി NPP എന്ന് പറയുന്ന പാർട്ടിയുടെ, ഒരുപക്ഷെ കാസയുടെ രാഷ്ട്രീയ ഫോം എന്നൊക്കെ വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന പാർട്ടിയുടെ പ്രതിനിധിയാണ്. അതിനൊരു രാഷ്ട്രീയ താല്പര്യമുണ്ടാവും. അവിടെ വന്ന SDP-ക്കും ഒരു രാഷ്ട്രീയ താല്പര്യമുണ്ടാവും. കുട്ടിക്ക് ഒരൊറ്റ താല്പര്യമേ ഉള്ളൂ, അത് പഠിക്കുക എന്നുള്ളതാണ്. നമ്മളെ സംബന്ധിച്ച് ആ കുട്ടിക്ക് പഠിക്കാനുള്ള ഒരു സാഹചര്യം അവിടെയുണ്ട്. ആ സാഹചര്യം ഇനിയും അവിടെ ഉണ്ടാവും. ആ കുട്ടി വന്ന് പഠിക്കട്ടെ, പഠിച്ച് മുന്നോട്ട് പോകട്ടെ എന്നുള്ളതാണ്. ഒരു അഭ്യർത്ഥന മാത്രമേ ഉള്ളൂ. പണ്ട് കവിതയിൽ എഴുതിയിരുന്നത് പോലെ, കലാലയങ്ങളിലേക്ക് വരരുതേ ദൈവമേ, അവിടെ മതം ഉള്ളവരും മതമില്ലാത്തവരും അവിടെ പഠിക്കുന്നുണ്ട്. കളിക്കളങ്ങളിലേക്ക് വരരുതേ ദൈവമേ, അവിടെ മതമില്ലാത്തവരും അവിടെ കളിക്കുന്നുണ്ട്. വായനശാലകളിലേക്ക് വരരുതേ നീ ദൈവമേ, അവിടെ മതമില്ലാത്തവരും മതമുള്ളവരും വ്യത്യസ്ത മതങ്ങളിലുള്ളവരുമുണ്ട്. നീ ഏത് രൂപത്തിൽ വരുമെന്നറിയില്ല. നീ വന്ന് കലാപം ഉണ്ടാക്കരുത് എന്ന് മാത്രം ഒരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് സർക്കാർ ഈ സ്കൂളിനെതിരെ നിലപാടെടുക്കില്ല എന്നതാണ് എൻ്റെ വിശ്വാസം. ഇതുവരെ സംഭവിച്ചിരിക്കുന്നത് DDUക്ക് സംഭവിച്ചിരിക്കുന്ന വീഴ്ചയാണ്, EAUക്ക് സംഭവിച്ചിരിക്കുന്ന വീഴ്ചയാണ്. ആ വീഴ്ചയിൽ നിന്ന് ഉദ്യോഗസ്ഥർക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. അതുകൊണ്ട് നിലപാട് സർക്കാർ തിരുത്തും, മന്ത്രി തിരുത്തും എന്നാണ് എൻ്റെ പ്രതീക്ഷ. ജിമ്മി, കേരളമടക്കം 4 സംസ്ഥാനങ്ങളിലെ കോടതി വിധികളെങ്കിലും ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ എന്ത് വേഷം ധരിക്കണം എന്നുള്ളതിൻ്റെ പൂർണ്ണ അവകാശം ആ വിദ്യാഭ്യാസ സ്ഥാപനത്തിനാണെന്ന് വിധി വന്ന ഒരു നാടാണിത്. അതിൽ ഒരു തർക്കവുമില്ല. അതറിഞ്ഞുകൂടാതെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ മുകളിൽ കുതിര കയറാൻ ഇന്ന് സർക്കാർ അറിഞ്ഞോ അറിയാതെയോ ശ്രമിച്ചു. കോടതി വിധി അറിഞ്ഞിട്ടാണോ എന്നെനിക്കറിയില്ല. ചിലപ്പോൾ ഒരു ലളിത യുക്തിയിലായിരിക്കും. പക്ഷേ ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ലായിരുന്നു. അങ്ങനെയാണ് ഇന്നലെ തീർന്ന ഒരു വിഷയം ഇന്ന് വീണ്ടും കത്തിയത്. വളരെ വലിയ വൈകാരിക പ്രകടനങ്ങൾക്ക് ഇത് മുഴുവൻ പോയത്. അതുകൊണ്ട് ആ കാര്യത്തിൽ ഞാൻ ഒരു കാരണവശാലും സർക്കാരിൻ്റെ കൂടെയല്ല. സ്കൂളിൽ, കോളേജുകളിൽ എന്ത് വസ്ത്രം ധരിക്കണം എന്നുള്ളത് നമ്മുടെ നാട്ടിലെ നിയമപ്രകാരവും നമ്മുടെ നാട്ടിലെ നിലവിലുള്ള കോടതി വിധികൾ പ്രകാരവും അത് സ്കൂൾ മാനേജ്മെൻറ്റുകൾക്ക്, വിദ്യാഭ്യാസ സ്ഥാപന മാനേജ്മെൻറ്റുകൾക്ക് തന്നെയാണ് എടുക്കേണ്ടത്. ആ തർക്കത്തിലേക്ക് ഞാനില്ല. പക്ഷേ അതിനുശേഷം നമുക്ക് ഇത് തീരുകയാണെന്ന് വിചാരിച്ചിട്ട് എന്തിനാണ് യൂണിഫോം എന്നതിനെക്കുറിച്ച് ഒരു വിശാലമായ ചർച്ചയ്ക്ക് ഇവിടുത്തെ സ്കൂൾ മാനേജ്മെൻറ്റുകൾക്ക് താല്പര്യമുണ്ടോ? എന്തിനാണ് യൂണിഫോം? ആ യൂണിഫോം പണക്കാരോ പാവപ്പെട്ടവനോ അല്ലാതെ എല്ലാവരെയും ഒരുപോലെ കാണാനുള്ളൊരു സംവിധാനമാണെന്ന് പറയാറുണ്ട്. ഇപ്പോൾ ഒരേ വേഷമാണെങ്കിൽ അങ്ങനെയല്ലേ വരിക? അത് ശരി, അതിനാണ് യൂണിഫോം. ഒരു കുട്ടിയുടെ ജാതിയോ മതമോ തിരിച്ചറിയാത്ത രീതിയിൽ എല്ലാവരെയും ഒരുപോലെ കാണാൻ വേണ്ടി കൂടിയാണോ യൂണിഫോം? അങ്ങനെ ഒരു വാദമുണ്ടോ? അപ്പോൾ ഒരു സിഖ് സമുദായത്തിലെ ഒരു കുട്ടി വന്നാൽ ആ കുട്ടിയുടെ ടർബൻ നിങ്ങൾ അഴിപ്പിക്കുമോ? ഇല്ലല്ലോ. അപ്പോൾ അതല്ല വിഷയം. സ്കൂളിൽ കുട്ടികളുടെ ജാതിയും മതവും തിരിച്ചറിയാതെ ഇരിക്കാനല്ല സ്കൂളിലെ യൂണിഫോം
നമ്മൾ വെച്ചിരിക്കുന്നത്. അത് എല്ലാവരും ഒരുപോലെ ഇരിക്കുന്നു സാമ്പത്തികമായി എന്നുള്ളതാണ് എൻ്റെ ഒരു ലളിത യുക്തിയിൽ എനിക്ക് തോന്നുന്ന ഒരു കാര്യം. ഇനി അല്ലെങ്കിൽ കയ്യിലെ ചരടോ നെറ്റിയിലെ ഭസ്മക്കുറിയോ കഴുത്തിലെ മാലയോ കൊന്തയോ എന്തെങ്കിലും അതൊക്കെ ഇടാറുണ്ട്. നമ്മളതൊക്കെ അതങ്ങ് അംഗീകരിച്ച് കൊടുക്കുന്ന ഒരു പൊതു രീതിയുണ്ട്. അപ്പോൾ വിഷയം എന്താണ്? അപ്പോൾ സിഖ് സമുദായത്തിൻ്റെ കാര്യം വരുമ്പോൾ പറയും ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് എന്ന ഒരു വിഷയത്തിലേക്ക് വരുന്നു. സിഖ് സമുദായത്തിൻ്റെ 5 നൂറ്റാണ്ടായി അവർ അനുഭവിച്ചു വരുന്ന ഒരു പ്രധാനപ്പെട്ട ആനുകൂല്യമാണ്, അത് അവരുടെ പ്രധാനപ്പെട്ട മത ആചാരമാണെന്ന് വരും. അപ്പോൾ യൂണിഫോം അല്ല വിഷയം, എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് ആക്റ്റാണ്. ഇത് പലതവണ പല കോടതികളിലും തർക്കത്തിലുണ്ടായിട്ടുണ്ട്. അപ്പോൾ എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് ഏതാണ് ഏതല്ല എന്ന് കോടതി തീരുമാനിച്ചാൽ ഇവിടുത്തെ ആളുകൾ അംഗീകരിക്കുമോ? ശബരിമലയിൽ സ്ത്രീകൾ ശബരിമലയിൽ കയറുന്നത് എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് അല്ല എന്ന് വിധിച്ച ഒരു നാട്ടിൽ കോടതിയോട് പോയി പണി നോക്കാൻ പറഞ്ഞവരാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ആളുകളെല്ലാം. ഹിന്ദുക്കൾ മാത്രമല്ല, അതിൽ കൈയടിച്ചവർ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും കൂടെയാണ്. അപ്പോൾ നിങ്ങൾക്ക് അന്ന് റിലീജിയസ് പ്രാക്ടീസ് ആക്ട് ഇല്ലായിരുന്നു. അന്ന് എന്താണ് പറഞ്ഞത്? അന്ന് ഇത് വിശ്വാസത്തിൻ്റെ പ്രശ്നമാണ്, കോടതികൾ ഇടപെടേണ്ട കാര്യമല്ലെന്നാണ് പറഞ്ഞത്. ഇതിലേതെങ്കിലും ഒരിടത്ത് ഉറച്ചു നിൽക്കണം. ഒന്നെങ്കിൽ കോടതി പറയുന്നത് അനുസരിക്കുമെന്ന് പറയണം, അല്ലെങ്കിൽ കോടതിയല്ല ഈ കാര്യം തീരുമാനിക്കേണ്ടതെന്ന് പറയണം. ഞാൻ വീണ്ടും പറയുന്നു, ഈ കാര്യത്തിൽ മാനേജ്മെൻറ്റുകൾക്കാണ് പൂർണ്ണ അവകാശം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിശാലമായ ചർച്ചയ്ക്ക് ഞാൻ തുറന്നിടുകയാണ്. എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് ആക്റ്റോ അതുപോലെ തന്നെ സഭയിലെ കോളേജിലെ കുട്ടികളുടെയോ സ്കൂളിലെ കുട്ടികളുടെയോ യൂണിഫോമിൻ്റെ യൂണിഫോമിറ്റിയോ അല്ല പ്രശ്നം. ഇത് രണ്ടും നിങ്ങളുടെ 2 രീതിയിലുള്ള വാദങ്ങൾ നിലനിൽക്കില്ല. അപ്പോൾ ഈ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്ക് ഇതിനു മുമ്പ് നമ്മുടെ നാട്ടിലെ രീതി എങ്ങനെയായിരുന്നു? പലപ്പോഴും പല സ്കൂളുകളിലും ചെറിയ രീതിയിലോ വലിയ രീതിയിലോ ഈ ഹിജാബിന് പോലെയുള്ള സ്കാർഫോ ഒക്കെ അനുഭവിച്ച ഒരു ചരിത്രം നമുക്കുണ്ട്. പല രീതിയിലുണ്ട്. നേരത്തെ സ്മൃതി പറഞ്ഞത് അതിൻ്റെ ഒരു വേറൊരു വേർഷനാണ്. അങ്ങനെയൊക്കെ നമ്മുടെ നാട്ടിൽ നടന്നിട്ടുണ്ട്. ഒരു വിട്ടുവീഴ്ചയ്ക്ക് നമുക്ക് സാധ്യത ഉണ്ടായിരുന്നൊരു നാട്ടിൽ നിന്ന് ഒരു തരത്തിലും വിട്ടുവീഴ്ച പാടില്ല എന്നൊരു സ്ഥിതിയിലേക്ക് നമ്മുടെ നാട് എന്നാണ് മാറിയത്. ഞാനൊരു പഴയ കേസ് പറയാം. കേരളത്തിൽ തന്നെയുള്ള വളരെ പ്രമാദമായ സുപ്രീം കോടതി വരെ പോയൊരു കേസാണ്. അത് ബിജോയ് ഇമ്മാനുവൽ കേസാണ്. എന്താണെന്നറിയാമോ? 3 യഹോവ സാക്ഷികളായ കുട്ടികൾ ദേശീയ ഗാനം ഞങ്ങൾക്ക് പാടാൻ പറ്റില്ല എന്ന് പറഞ്ഞ് കോടതിയിൽ പോയി. വലിയ വിവാദമായി, കേരളം കത്തിയ വിഷയമാണ്. അവസാനം സുപ്രീം കോടതി എന്താണ് വിധിച്ചത്? അവർ പറഞ്ഞു, ഞങ്ങൾ എഴുന്നേറ്റ് നിൽക്കാം, അനാദരവ് കാണിക്കില്ല, പക്ഷെ ഗാനം പാടാൻ പറ്റില്ല, ഞങ്ങൾക്ക് ആ വിശ്വാസമില്ല. സുപ്രീം കോടതി അത് അംഗീകരിച്ചു. ഇന്ത്യയിൽ നിങ്ങൾക്ക് ദേശീയ ഗാനത്തോട് അനാദരവ് കാണിക്കാതെ എഴുന്നേറ്റ് നിന്നാൽ മതി, പാടണമെന്ന് നിയമമില്ല. അത് സുപ്രീം കോടതി കൊണ്ടുവന്ന വിധിയാണ്. അപ്പോൾ ഇതൊരു വിട്ടുവീഴ്ചയുടെ ഒരു മനോഭാവമാണ്. ഇന്നാണെങ്കിൽ അങ്ങനെ ഒരു വിധി വരുമെന്ന് എനിക്കറിയില്ല. കൂട്ടിച്ചേർത്തോട്ടെ, എന്നിട്ട് ആ വിദ്യാർത്ഥികൾക്ക് വേണ്ടി പ്രത്യേകം SSLC പരീക്ഷ നടത്തി. എക്സാക്ട്ലി. അപ്പോൾ ഇതൊരു വലിയ വിട്ടുവീഴ്ച ചെയ്ത എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന ഒരു വലിയ പാരമ്പര്യമുള്ള നമ്മുടെ നാടാണ്. എന്നു മുതലാണ് നമുക്കിത് വലിയ പ്രശ്നമായി തുടങ്ങുന്നത്? ഒരു കുട്ടി അത് 3 മാസത്തിന് ശേഷമായാലും ഇപ്പോഴായാലും ഹിജാബ് ഇട്ടുകൊണ്ട് വരുമ്പോൾ അത് സ്കൂളിനോടുള്ള അനാദരവാണെന്നുള്ളതൊക്കെ ഞാൻ അംഗീകരിക്കും. ഞാൻ അതെല്ലാം മാറ്റി വയ്ക്കുകയാണ്. എൻ്റെ പ്രശ്നം സ്കൂൾ മാനേജ്മെൻറ്റോടോ അതിൻ്റെ ആളുകളോടോ അല്ല. ഇതൊരു വിശാലാർത്ഥത്തിൽ കാണും. എന്താണ് പ്രശ്നം? എന്താണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഇഷ്യൂ? ഇന്നലെ ഇതോട് പ്രതികരിക്കുമ്പോൾ ഈ ഹിജാബ് ഇട്ട് വരുമ്പോൾ കുട്ടികൾ പേടിക്കും എന്ന് ഒരു സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് പറയുന്നതിൻ്റെ ഉള്ളിലെ ചേതവികാരം എന്താണ്? അവിടെയാണ് പ്രശ്നം. കാലത്തിൻ്റെ അടയാളങ്ങൾ തിരിച്ചറിയാതെ നമ്മൾ നിയമത്തിൻ്റെ നൂലാമാലകൾ പിടിച്ചു നിൽക്കുന്നതിൻ്റെ അപകടം ഞാൻ ഒന്നുകൂടെ പറയാം. ഇത് കഴിഞ്ഞ വർഷം ഉടുപ്പിയിലെ ഒരു കോളേജിൽ ഒരു വിഷയം ഉണ്ടാകുമ്പോൾ അന്നും ഹിജാബ് തന്നെയായിരുന്നു വിഷയം. അന്ന് എങ്ങനെയാണെന്നറിയോ? ആദ്യത്തെ വർഷം ആ പെൺകുട്ടി ഹിജാബ് ഇട്ടുകൊണ്ട് വന്നു, ആർക്കും പ്രശ്നമില്ല. 2ാമത്തെ വർഷം ആ കുട്ടി വരുമ്പോൾ കുട്ടിയെ കോളേജിന് മുമ്പിൽ വെച്ച് തടയുന്നു. അന്നാണ് വൈറലായ വീഡിയോ. ആ കുട്ടി തിരിച്ച് അവരോട് അല്ലാഹു അക്ബർ എന്നോ മറ്റോ മുദ്രാവാക്യം വിളിച്ച് തിരിച്ച് ബഹളം വയ്ക്കുന്നതാണ് കണ്ടത്. പക്ഷേ ആ കുട്ടി കോടതിയിൽ തോറ്റുപോയി. പക്ഷേ 1 വർഷം പ്രശ്നമില്ലാതിരുന്നൊരു കുട്ടി 2ാമത്തെ വർഷം വരുമ്പോൾ ആ കുട്ടിയെ തടയുന്നതിന് ചേതോവികാരം എന്ത് എന്നിടത്തു നിന്ന് വേണം നമ്മുടെ അന്വേഷണം തുടങ്ങാൻ. സുവർണക്ഷേത്രം ആക്രമിക്കപ്പെട്ടതിന് ശേഷം നിരീശ്വരവാദികളായ സിഖ് സമുദായാംഗങ്ങൾ പോലും പിന്നീട് വലിയ സിഖ് വിശ്വാസികളായി എന്നുള്ള ഒരു സാധനം ഞാൻ വായിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ഐഡൻറ്റിറ്റി ചോദ്യം ചെയ്യപ്പെടുമ്പോൾ അങ്ങനെ ഐഡൻറ്റിറ്റി ഇല്ല ഉള്ള ആൾക്ക് പോലും അതൊന്ന് അസേർട്ട് ചെയ്യണമെന്ന് തോന്നും. ഇപ്പോൾ ഫ്രാൻസിൻ്റെ ഉദാഹരണം പറയുന്നത് പണ്ട് അൾജീരിയയിൽ ഫ്രാൻസ് കോളനിയായിട്ട് ഭരിക്കുമ്പോൾ ഒരു കാരണവശാലും സ്ത്രീകൾ ഈ ഹിജബ് ധരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ഫ്രാൻസിനോട് നിയമം പാസാക്കി. അന്ന് വാശിക്ക് ഹിജബ് ധരിച്ച് ഫ്രാൻസിനെതിരെ പോരാടിയ വലിയ വിപ്ലവകാരികളുടെ കഥയുണ്ട് ചരിത്രത്തിൽ. അതുപോലെ തന്നെയാണ് കേരളത്തിൽ നമ്മൾ തെറ്റിദ്ധരിപ്പിച്ച വേറൊരു സമരമുണ്ട്, മാറുമറയ്ക്കൽ സമരം. അത് മാറുമറയ്ക്കാൻ വേണ്ടി നടത്തിയ സമരമാണ്. ഫ്രാൻസിൽ ഈ ഹിജബിന് വേണ്ടി സമരം നടത്തുന്നു, ഇവിടെ മറയ്ക്കാൻ വേണ്ടി സമരം നടത്തുന്നു. നോക്കൂ, പല രീതിയിൽ പല കാലങ്ങളിൽ മനുഷ്യൻ യുദ്ധം ചെയ്യുന്നത് നമ്മളോട് എന്തെങ്കിലും റെസിസ്റ്റ് ചെയ്യുമ്പോഴാണ്. ഇന്ത്യയിൽ ന്യൂനപക്ഷങ്ങൾ വളരെ വല്ലാതെ വേട്ടയാടപ്പെടുന്ന ഒരു സമയത്ത് മത ഐഡൻറ്റിറ്റിയിലേക്ക് ആളുകൾ എന്തുകൊണ്ടാണ് തിരിച്ചു പോകുന്നതെന്ന് ഓർക്കേണ്ട ഒരു കാലമാണ്. അതുകൂടെ മനസ്സിലാക്കണം കേരളത്തിലെ ക്രൈസ്തവരും കേരളത്തിലെ ഹിന്ദുക്കളും അതുപോലെ തന്നെ കേരളത്തിലെ മുസ്ലിങ്ങളും.
ഒരു 2 മാസം മുമ്പാണല്ലോ കേരളത്തിലെ ക്രിസ്ത്യാനികളായ കന്യാസ്ത്രീമാർ അവർ നോർത്ത് ഇന്ത്യയിൽ ഓടി നടന്ന് അടി വാങ്ങിച്ചത്. വെള്ളക്കുപ്പായമിട്ട അച്ഛന്മാർ ഓടി നടന്ന് അടി വാങ്ങിച്ചത് വെറുതെ വേഷത്തിൻ്റെ പേരിലാണ്. അവരൊന്നും ചെയ്തിട്ടല്ല. അങ്ങനെയുള്ളൊരു കാലത്ത് ആളുകൾ അവരുടെ ഐഡൻറ്റിറ്റി അസേർട്ട് ചെയ്യുന്നതിന് ഒരു വലിയ രാഷ്ട്രീയമുണ്ട്. ഒരു പെൺകുട്ടി അങ്ങനെ ഒരു സാധനം അസേർട്ട് ചെയ്യുന്നെങ്കിൽ അതിനകത്ത് വർഗീയത, SDPI ഒരു വശത്ത്, ഇപ്പം എന്താ കാണുന്നത്, SDPI ഒരു വശത്ത്, മറുവശത്ത് RSS BJP കൂടെയുള്ള അവരുടെ സഹയാത്രിക ആളുകൾ മറുവശത്ത്. ഇത് വേറെ രീതിയിൽ കത്തുകയാണ്. ഇവിടെ ബുദ്ധിപരമായി എന്താണ് ഈ കാലഘട്ടം എന്ന് മനസ്സിലാക്കുകയും ഒരു വിട്ടുവീഴ്ചയുടെ ഒരു മനോഭാവം കാണിക്കുകയും ചെയ്താൽ ഈ വിഷയം നമ്മുടെ കയ്യിൽ നിൽക്കും. അല്ലെങ്കിൽ ഏറ്റെടുക്കാൻ വേറെ ആളുകൾ വരും, തീരുമാനങ്ങൾ വേറെ ആളുകൾ എടുക്കും. അപ്പോൾ എൻ്റെ ടേക്ക് ഇതിനകത്ത് നിയമപരമായി പൂർണ്ണമായും ക്രിസ്ത്യൻ മാനേജ്മെൻറ്റുകൾക്കും ക്രിസ്ത്യൻ സഭയ്ക്കും ഈ നിലപാട് തന്നെ മുന്നോട്ട് പോകാം. പക്ഷേ നിങ്ങൾ കുറച്ചുകൂടി ഏതാണ് കാലമെന്നും ഏതാണ് സാഹചര്യമെന്നും എന്താണ് വലിയ ശത്രുവെന്നും മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് കൊള്ളാം. ഹിജാബിൽ വീഴ്ചയോ എന്ന ചോദ്യത്തിന് 3 പേരുടെ അഭിപ്രായം യേസ് എന്ന് തന്നെയാണ്.